السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ബഹുമാനമുള്ള പ്രേക്ഷകരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭക്ഷണ രീതി വളരെ ലളിതമായിരുന്നു. അതായത് ഇന്ന് വർത്തമാനകാലത്ത് നാം ഒക്കെ കഴിക്കുന്നത് പോലെ 4, 5 അല്ലെങ്കിൽ 3, 4 നേരമൊക്കെ ടൈം കണക്കാക്കിക്കൊണ്ട് കഴിക്കുന്നൊരു രീതിയായിരുന്നില്ല. മറിച്ച് വിശക്കുമ്പോൾ മാത്രം കഴിക്കുകയും വളരെ കുറച്ചു മാത്രം കഴിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയായിരുന്നു തങ്ങൾക്കുണ്ടായിരുന്നത്. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മഹാനായ മുഖൗഖിസ് രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏതാനും ചില സമ്മാനങ്ങൾ കൊടുത്തയക്കുകയുണ്ടായി. കൂട്ടത്തിൽ ഒരു ഡോക്ടറെയും നബിയെയും നബി തങ്ങളുടെ സ്വഹാബത്തിനെയും ചികിത്സിക്കാൻ വേണ്ടി ഡോക്ടറെയും കൊടുത്തയക്കുകയാണ്. ആ ഡോക്ടർ അല്ലെങ്കിൽ വൈദികൻ അവരോടൊപ്പം മാസങ്ങളോളം താമസിച്ചു. പക്ഷേ ചികിത്സിക്കാൻ ഒരു രോഗിയെയും കിട്ടാതെ വന്നപ്പോൾ അദ്ദേഹം തിരുസവിധത്തിൽ വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ അരികിലേക്ക്, അങ്ങയുടെ സമൂഹത്തിലേക്ക് ഞാൻ വന്നത് അങ്ങയെയും അനുയായികളെയും ഒക്കെ ആവശ്യം വരുമ്പോൾ ചികിത്സിക്കുക എന്ന നിലക്കാണ് രാജാവെന്നെ പറഞ്ഞു വിട്ടിട്ടുള്ളത്. എന്നാൽ ഇന്നുവരെ ഒരു രോഗിയെപ്പോലും എനിക്ക് ചികിത്സിക്കാൻ ലഭിച്ചിട്ടില്ല. ആയതിനാൽ ഞാൻ തൽക്കാലം നാട്ടിലേക്ക് തന്നെ തിരിക്കുകയാണ് എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം തങ്ങളോട് ചോദിക്കുന്നു, നബിയെ, എന്താണ് ഈ വിധത്തിൽ ഒരൊറ്റ വ്യക്തികൾക്കും നിങ്ങൾക്കോ അവിടുത്തെ അനുയായികൾക്കോ ഒരു രോഗവുമില്ലാത്ത വിധം ആരോഗ്യം നിലനിർത്താൻ എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് തങ്ങൾ പറഞ്ഞ മറുപടി വളരെ പ്രസക്തമായിരുന്നു. വർത്തമാനകാലത്ത് ഞാനും നിങ്ങളുമൊക്കെ നാം എല്ലാവരും ഉൾക്കൊള്ളേണ്ട വല്ലാത്ത ഒരു മാതൃകയാണ്, അല്ലെങ്കിൽ വല്ലാത്ത ഒരു തിരുസുന്നത്താണ്, ചര്യയാണ് എന്ന് തന്നെ പറയാം. അതായത് തങ്ങൾ അവിടുന്ന് പറഞ്ഞത്, ഞങ്ങൾ എപ്പോഴും ഭക്ഷണം കഴിക്കുക എന്ന രീതിയല്ല ഞങ്ങൾക്കുള്ളത്, മറിച്ച് വിശക്കുമ്പോൾ മാത്രം കഴിക്കുകയും കഴിക്കുന്നത് വളരെ കുറച്ചു മാത്രം കഴിക്കുക എന്നതാണ് ഞങ്ങളുടെ ഭക്ഷണ രീതി എന്ന് തങ്ങൾ അവിടുന്ന് മറുപടി പറയുകയാണ്. മുഹിബ്ബീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നോട്ട് വെച്ച ഈ ഒരു ആശയം എത്ര മനോഹരമാണ്. ഇന്ന് വർത്തമാനകാലത്ത് നമുക്കറിയാം, രോഗം വളരെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ജീവിത ശൈലി എല്ലാവരിലും മാറിയതുകൊണ്ട് ജീവിത ശൈലി രോഗങ്ങൾക്ക് തന്നെ വലിയ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രഷർ, പ്രമേഹം, അതുപോലെ തന്നെ ഷുഗറുകൾ, കൊളസ്ട്രോളുകൾ, അതുപോലെ സ്ട്രോക്ക് അറ്റാക്കുകൾ അടക്കമുള്ള വലിയ വലിയ രോഗങ്ങൾക്ക് വലിയ വലിയ രൂപഭാവങ്ങൾ വന്നുകൊണ്ട് മനുഷ്യരെ ഇന്ന് കാർന്നു നിന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ സത്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുമാതൃകയിലേക്ക് തിരിച്ചു പോവുകയാണ് വേണ്ടത്. നബി തങ്ങൾ പറഞ്ഞത്, അവിടുന്ന് പ്രത്യേകം ഉപദേശിച്ചൊരു ഉപദേശം നമുക്കൊക്കെ ഇവിടെ പ്രത്യേകം ശ്രദ്ധേയമാണ്. അതായത് തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, മനുഷ്യൻ നിറക്കുന്ന പാത്രത്തിൽ വെച്ച് ഏറ്റവും ദുഷിച്ച പാത്രം അവൻ്റെ വയറാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. മറ്റൊരിക്കൽ തങ്ങൾ തന്നെ പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ മിതമായ രൂപത്തിൽ ഭക്ഷണം കഴിക്കുക. അതായത് ഓരോരുത്തരുടെയും വയറിനെ 3ആയി ഭാഗിച്ച്, 1 ഭക്ഷണത്തിനും, മറ്റേത് വെള്ളത്തിനും, 3ാമത്തേത് ശ്വാസത്തിനും വേണ്ടി നിങ്ങൾ ഒഴിച്ചിടുക. അത് നിങ്ങളുടെ എല്ലാവിധ ആരോഗ്യത്തിനും വളരെ നല്ലതാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതോടൊപ്പം ഇന്നത് മാത്രമേ കഴിക്കാവൂ എന്നതിൽ നിന്ന് വ്യത്യസ്തമായി നബി തങ്ങൾക്ക് ചില പ്രത്യേക രീതികൾ ഭക്ഷണത്തിലുണ്ടായിരുന്നു, അവിടുന്ന് സ്വീകരിച്ചിരുന്നു. അതായത് ഭക്ഷണം കഴിക്കുമ്പോഴും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ഒക്കെ ധാരാളം മര്യാദകൾ അവിടുന്ന് പഠിപ്പിച്ചു. അതായത് ഭക്ഷണം തീർത്തും ഹലാലായ ഭക്ഷണം മാത്രമായിരിക്കുക. അതോടൊപ്പം കഴിക്കുന്നതിന് മുമ്പ് ഇരു കൈകളും വായയും വൃത്തിയായി കഴുകുക. അതുപോലെ തറയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുക. അതോടൊപ്പം തന്നെ ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിക്കൽ ആരംഭിക്കുക. വലതു കൈകൊണ്ട് കഴിക്കുന്നതും കുടിക്കുന്നതും വലതു കൈകൊണ്ടാവുക. അതോടൊപ്പം തൻ്റെ മുമ്പിലുള്ളത് മാത്രം കഴിക്കുക. അതോടൊപ്പം തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹില്ലദി വസഖാനി
ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ എന്ന ദിക്ർ, അതല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അൽഹംദുലില്ലാ എന്നെങ്കിലും പറയുക, ഇത് മുത്തുനബി തങ്ങൾ പ്രത്യേകം പഠിപ്പിച്ചു. അതോടൊപ്പം പ്രത്യേകം ഉണർത്തുന്നു, അമിതമായി കഴിക്കരുത് എന്നത് നമ്മൾ വളരെ വലിയ ഇമ്പോർട്ടൻ്റായി തന്നെ കാണേണ്ട വളരെ വലിയ ഒരു സുന്നത്താണ്. അതോടൊപ്പം തങ്ങൾ എപ്പോഴും കഴിച്ചിരുന്ന ഭക്ഷണം എന്തായിരുന്നു? നമുക്കറിയാം, രാവിലെയൊക്കെ നബി തങ്ങൾ കാര്യമായും ഈത്തപ്പഴങ്ങളും പാലും, അതുപോലെ തന്നെ ഈത്തപ്പഴവും പച്ചവെള്ളവും, അതുപോലെ തന്നെ അവിടുന്ന് പാലും അതുപോലെ ബാർലിയും കൂട്ടിയുണ്ടാക്കിയ പാനീയങ്ങളും, അതുപോലെ സാധാരണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യവം കൊണ്ട് ഉണ്ടാക്കിയ ചപ്പാത്തിയോ അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പത്തിരിയോ റൊട്ടിയോ എന്തും പറയാം, അപ്പമോ എന്തും പറയാം, യവം കൊണ്ടുണ്ടാക്കുന്ന അപ്പവും ഇതൊക്കെയായിരുന്നു തങ്ങൾ കഴിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ മാംസം റസൂലുള്ളാഹി തങ്ങൾ കഴിച്ചിട്ടുണ്ട്. മാംസാരമാകുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ കഴിച്ച ആട്ടിൻ്റെ മാംസവും അതുപോലെ തന്നെ ഒട്ടകത്തിൻ്റെ മാംസവും കോഴി മാംസവും മുത്തുനബി തങ്ങൾ കഴിച്ചിട്ടുണ്ട്. എന്നാൽ അവിടുന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട മാംസം അത് ആട്ടിൻ്റെ മാംസമായിരുന്നു. അത് അവിടുത്തെ തോൾഭാഗത്ത്, അതായത് അതിൻ്റെ മുൻഭാഗത്തെ പുറകിൽ നിന്നായിരുന്നു കഴിച്ചിരുന്നത് എന്ന് പ്രത്യേകം റസൂലുള്ളാഹി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതായിരുന്നു എന്ന് പ്രത്യേകം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പച്ചക്കറി വിഭാഗത്തിൽ നിന്ന് മത്തങ്ങ എന്ന് പറയുന്ന, സാധാരണ നമ്മുടെ നാട്ടിൽ മത്തൻ എന്ന് പറയും, മത്തനും അതുപോലെ തന്നെ വെള്ളരി ഐറ്റംസുകളൊക്കെ റസൂലുള്ളാഹി തങ്ങൾ കഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ അതുപോലെ തന്നെ റസൂലുള്ളാഹി തങ്ങൾ ഇഞ്ചിയും കുരുമുളകുമൊക്കെ പലപ്പോഴും അനുഭവിക്കുകയും കഴിക്കുകയും അതിൻ്റെ മദ്ഹ് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നാലും റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു തന്ന, അവിടുന്ന് കാണിച്ചു തന്ന ഭക്ഷണത്തിൻ്റെ രീതി നാം ഓരോരുത്തരും അവലംബിക്കുകയാണെങ്കിൽ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നതോടൊപ്പം ദുനിയാവിലെ ജീവിതത്തിൽ നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ ഈ പുതിയ കാലത്ത് നമുക്ക് തീർച്ചയായും സാധിക്കും. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.